Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ വില്ലന്മാരെയായിരിക്കും കാണിക്കുക. ആ മെയിൻ വില്ലൻ ആണെങ്കിൽ അവന്റെ അസിസ്റ്റന്റിനോട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് കൊണ്ടുവന്ന ആ ഫുഡ് അതെനിക്ക് തരാനായിട്ട് പറയും. ഉടനെ അവനാണെങ്കിൽ ആ ലഞ്ച് ബോക്സ് ഇപ്പോ ആ മെയിൻ വില്ലനെ ഏൽപ്പിക്കുകയാണ്. അതവൻ ഓപ്പൺ ചെയ്യും. അവനാണെങ്കിൽ ആ ഫുഡ് ഒട്ടും ഇഷ്ടാവില്ല. എനിക്കിത് തീരെ ഇഷ്ടമല്ല, നീ എന്തിനാ വീണ്ടും വീണ്ടും ഇത് തന്നെ ഉണ്ടാക്കണം. കാര്യമായിട്ട് ബോക്സ് ഒക്കെ കൊണ്ടുവരുന്ന കണ്ടപ്പോൾ ഞാൻ വളരെ അധികം എക്സ്പെക്ട് ചെയ്തു. ഇത് ശരിക്കും എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ആണ്. പക്ഷെ കുഴപ്പമില്ല, വിശപ്പുള്ളതുകൊണ്ട് തൽക്കാലം ഞാനിത് കഴിക്കാമെന്ന് പറയും. അസിസ്റ്റന്റ് പറയും, ഞാൻ ആകെ ഇത്രയും വർഷത്തിനിടയിൽ ഇത് ഒരേ ഒരു തവണയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്, എന്നിട്ട് ഇപ്പോഴും നിങ്ങൾക്കത് ഇഷ്ടമല്ലേ ചോദിക്കും. അതിന് കിങ് പറയും, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. ഉടനെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോവാണ്. ആ വില്ലനാണെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കൂടെ ആ ഫുഡാണെങ്കിൽ വാരി വലിച്ച് ആ തീരും വരെ തിന്നു തീർക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ കിങ് കായെ കാണിക്കും. ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആയി ടെൻഷൻ ആവുകയാണ്. ഓന്നോ, ആ വില്ലന്മാരാണെങ്കിൽ ഇപ്പൊ ഇവിടെ ലക്ഷ്യമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് പോയ എന്റെ ഈ ലോകം ഞാൻ വീണ്ടും തിരികെ പിടിച്ചത്. ഇപ്പൊ അവർ ഇവിടേക്ക് വന്ന ഇവിടെ മുഴുവൻ നശിപ്പിക്കും. മാത്രമല്ല ഗോകുവിനെ ഇല്ലാതാക്കും. എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം എനിക്ക് നഷ്ടാവെന്ന് പറഞ്ഞ് തല പോഞ്ഞു നിൽക്കുമ്പോ ഗോകു ആണെങ്കിൽ അടുത്തേക്ക് വരും. കുറ്റി, എന്തിനാ നിങ്ങൾ ടെൻഷൻ ആവണേ ചോദിക്കും. അതിന് അദ്ദേഹം ആണെങ്കിൽ ഗോകുവിനോട് പറയും, ഇതുകൊണ്ടാണ് നിന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാത്തത്. അവരെല്ലാവരും നിന്നെ എക്സ്പെക്ട് ചെയ്തിരിക്കും. സോ എത്രയും വേഗം നീ പോണം. അതിന് ഗോകു ആണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ്, എനിക്കിപ്പോ അവിടേക്ക് പോകാൻ വയ്യ, എനിക്ക് ട്രെയിനിങ് എടുക്കണം, അതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഒരു അല്പം ദേഷ്യക്കാരിയാണ്, അവൾക്കൊരല്പം ദേഷ്യമൊക്കെ തോന്നിയേക്കാം. പക്ഷെ കുഴപ്പമില്ല, അവളെ ഞാൻ ശാന്തമാക്കുമെന്ന് പറയും. അത് കേട്ട് കിങ്കായ്ക്കാണെങ്കിൽ വീണ്ടും ദേഷ്യവും വിഷമമൊക്കെ കൂടുകയാണ്. മര്യാദയ്ക്ക് അവളുടെ അടുത്തേക്ക് പോ, വിഷമിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഗോകുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ കിങ്കായോട് ചോദിക്കും, നിങ്ങളെ കാണുമ്പോൾ വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനാള് പറയും, യാതൊരു കുഴപ്പമില്ല, ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കാണെന്ന് പറഞ്ഞ് തുള്ളിച്ചാടും. അവർ ഓവറാക്കുന്നത് കാണുമ്പോൾ ഗോകുവിന് അവിടെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. അതേസമയം ഇവിടെ വലിയ കപ്പലിൽ ബുൽമയുടെ ബർത്ത്ഡേ പാർട്ടി അതങ്ങനെ വേറെ ലെവലിൽ ആഘോഷിക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്ത ഗോട്ടനും ട്രങ്ക്സും അവരാണെങ്കിൽ ഇപ്പൊ കപ്പലോട് ഉഷാറായിട്ട് ഓടുകയാണ്. ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് പറയും, ഈ കപ്പലിൽ വലിയൊരു മാൻഷനും പ്ലെയിനും കാറും ഒക്കെ ഉണ്ട്, ഞാനത് ഓൾറെഡി കണ്ടതാണ്, നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഇപ്പൊ ഗോട്ടനെ വിളിച്ച് കിച്ചണിലൂടെ ഓടും. അവർ ഓടുന്നതിനിടയിൽ ഒരു ഷിപ്പിനെ ഇടിച്ച് താഴെ ഇടുകയാണ്. അവരാണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് ആ വലിയ ഡോർ തുറക്കും. അപ്പൊ അവർ കാണും ഇവിടെ വലിയൊരു മാൻഷനും പ്ലെയിനും കാറും എല്ലാം തന്നെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ഗെയിമിനുള്ള പ്രൈസാണ്, ഇതെന്റെ അമ്മയാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞ് മറ്റൊരു സാധനം ഇപ്പൊ അവനാണെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഒരുപാട് ബാരിയറുകൾ ക്രിയേറ്റ് ആയ ഒരു പില്ലർ മുകളിലേക്ക് വരും. ഗോട്ടൻ ആണെങ്കിൽ അത് ടച്ച് ചെയ്യും. ഉടനെ അവന് ഷോക്ക് അടിക്കും. ഓടിപ്പോയി എല്ലാത്തിലും ആവശ്യമില്ലാതെ ടച്ച് ചെയ്യാൻ പാടില്ല, ഞാൻ പറയുന്ന അനുസരിച്ച് നിൽക്ക്, ഇത് എന്റെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, പക്ഷേ ഇതിനൊരു ഡീമെറിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ അതിന്റെ പ്ലഗ് ഊരും. അതിനുശേഷം അതിന്റെ പാസ്വേഡ് അമർത്തും. പക്ഷം ആ പില്ലറിന്റെ ഒരു ഡോർ ഓപ്പൺ ആയി അതിൽ നിന്ന് തിളങ്ങുന്ന എന്തോ ഒരു വസ്തു പുറത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത ഇപ്പോ ഒരു കുട്ടിയെയും അവളുടെ ഫ്രണ്ട്സിനെയും കാണിക്കുകയാണ്. അതിലൊരുത്തനാണെങ്കിൽ ഒരു പോസ്റ്റർ എടുത്ത് കാണിക്കും, ഇവിടെ എവിടെയോ നിധിയുണ്ട്, ഉറപ്പായാലും നമുക്കത് കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കാര്യമായിട്ട് അന്വേഷിക്കുകയാണ്. ആ പെൺകുട്ടി ദേഷ്യപ്പെട്ട് പറയും, നിധി അന്വേഷിച്ചു വന്ന് നമ്മുടെ ബോട്ടിന് ഇപ്പൊ ചെറുതായിട്ട് ലീക്ക് സംഭവിച്ചിരിക്കുകയാണ്, ഇനി എങ്ങനെ ഈ ബോട്ടിന്റെ സഹായത്താൽ നമ്മൾ തിരികെ പോകും. ഉടനെ അവനാണെങ്കിൽ വീണ്ടും ശ്രമിക്കുക, ഇവിടെ ഉറപ്പായാലും നിധി ഉണ്ടാവും പറഞ്ഞ് അവളെ കൊണ്ട് അവിടെ കുഴിപ്പിക്കും. ഇവിടെ ട്രങ്ക്സും ഗോട്ടനും ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്യേണ്ട താമസം ആ 7 ഡ്രാഗൺ ബോൾസ് അത് പുറത്തേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ആ പെൺകുട്ടിയുടെ കൂടെയുള്ള ആ നീല നിറമുള്ള ആളെ കാണിക്കുക. അവൻ ആ പഴയ വില്ലനാണ്. അവനാണെങ്കിൽ അവന്റെ റഡാറിൽ ഇപ്പൊ ഡ്രാഗൺ ബോൾ തിരിച്ചറിയും. ദൂരത്തായിട്ടുള്ള കപ്പലിൽ അതുണ്ടെന്ന് അവൻ മനസ്സിലാക്കും. നമ്മുടെ വിഡ്ഢിയായ വില്ലനാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവനാണെങ്കിൽ ചുറ്റും നോക്കും, 7 ഡ്രാഗൺ ബോൾസും നീന്തി വരികയാണോ, ഒന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് കപ്പൽ വരുന്നത് കാണാം. ആ കപ്പൽ വരുന്നത് കണ്ട് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ഉടനെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണും പട്ടിക്കുട്ടിയും അവർ രണ്ടുപേരും പുറത്തേക്ക് വരികയാണ്. ബ്ലൂ മാൻ പിലാഫ് ആണെങ്കിൽ ഇപ്പൊ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അതേസമയം ആളുടെ ചൂണ്ടയിൽ മീൻ കുരുങ്ങുകയാണ്. ആ പെണ്ണാണെങ്കിൽ മീൻ പിടിക്കാനായിട്ട് പറയും, ഇതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല, ആ ഒരു ഡ്രാഗൺ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ പലതും നമ്മൾ നേടുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു റഡാർ വെള്ളത്തിൽ മുക്കും. അപ്പോഴും അതിൽ ആ ഡ്രാഗൺ ബോൾ കറക്റ്റ് ആയിട്ട് സിഗ്നൽ കാണിക്കുന്നുണ്ടാവും. ഇവിടെ ട്രങ്ക്സ് ആണെങ്കിൽ ഗോട്ടനോട് പറയും, ഇതെന്റെ അമ്മ ആരെയും കാണിക്കാതെ സേഫ് ആയിട്ട് വെക്കണം എന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞ് അവനത് ക്ലോസ് ചെയ്യാണ്. അടുത്ത നിമിഷം അത് റഡാറിൽ നിന്ന് മാഞ്ഞു പോകും. കാര്യങ്ങളൊന്നും അറിയാതെ ബ്ലൂ മാൻ പിലൗഫ് ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ റഡാർ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങളിത് കാണുന്നില്ലേ, ഡ്രാഗൺ ബോൾ 7
ഏഴെണ്ണവും ഇപ്പൊ എന്റെ കൈപ്പിടിയിൽ എത്തിയിരിക്കുകയാണ്. എത്രയും വേഗം ഞാനതെടുക്കും. അത് കണ്ട് ആ ലേഡിയും ഡോഗും ആണെങ്കിൽ വണ്ടറടിക്കും. നിങ്ങൾ അതിലേക്ക് ഒന്നുകൂടെ നോക്കൂ. ഡ്രാഗൺ ബോളിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് റഡാറിൽ ഡ്രാഗൺ ബോൾ കണ്ടതായിട്ട് തോന്നിയത്. അതിൽ ശരിക്കും ഡ്രാഗൺ ബോളൊന്നുമില്ല. ഉടനെ പിലാഫ് ആണെങ്കിൽ അതിലേക്ക് നോക്കും. ഡ്രാഗൺ ബോൾ കാണാതെ തല ചുറ്റി ആള് താഴേക്ക് വീഴും. പിലാഫ് ആണെങ്കിൽ വിളിച്ചു പറയും, ഞാനിതിൽ കണ്ടതാണ്, എനിക്കത് ഉറപ്പുണ്ട്. ഉടനെ ഡോഗ് ആണെങ്കിൽ പിലാഫിനെ സമാധാനിപ്പിക്കും. ഒരുപക്ഷെ അത് വെള്ളത്തിൽ വീണപ്പോൾ സിഗ്നൽ കട്ടായതായിരിക്കും. അതിന് പിലാഫ് പറയും, ഇത് വാട്ടർ പ്രൂഫ് ആണ്, ഒന്നും നോക്കാനില്ല, എത്രയും വേഗം ആ കപ്പലിന്റെ അടുത്തേക്ക് പോകണമെന്ന് പറയും. ഉടനെ അവരാണെങ്കിൽ തോണി തുഴഞ്ഞ് കപ്പൽ ലക്ഷ്യമാക്കി പോവാണ്. പിലാഫ് ആണെങ്കിൽ തോണിയിൽ നിറയുന്ന വെള്ളം അത് പുറത്തേക്ക് ഒഴിച്ചുകൊണ്ടേയിരിക്കും. അല്പനേരം തോണി തുഴഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും പറയും, ഞങ്ങൾക്കൊരല്പം പോലും ആരോഗ്യമില്ല, ഇനി മുൻപോട്ടേക്ക് തുഴയാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതിന് പിലാഫ് ആണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് അല്പം കൂടെ മാത്രം മുൻപോട്ടേക്ക് പോയാൽ നമുക്ക് ആ ഒരു കപ്പലിന്റെ അടുത്തേക്ക് എത്താം. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഡ്രാഗൺ ബോളിന്റെ സഹായത്താൽ നമുക്ക് വാങ്ങിക്കാം. നിങ്ങൾ ഈ വിശപ്പ് ഒന്ന് സഹിക്കുക. അവരാണെങ്കിൽ അങ്ങനെ തർക്കിക്കുന്ന അതേ സമയം അവരുടെ ബോട്ടാണെങ്കിൽ കുറേശ്ശെ മുങ്ങുകയാണ്. അപ്പൊ ദൂരത്തുനിന്ന് വലിയൊരു സ്രാവ് അതങ്ങനെ സ്പീഡിൽ വന്ന് അവരുടെ ബോട്ടിനെ ആഞ്ഞിടിക്കും. ആ ഒരു ഇടിയിൽ ഇപ്പൊ അവർ തെറിച്ച് വെള്ളത്തിൽ വീഴുകയാണ്. അവരാണെങ്കിൽ എന്താ സംഭവിച്ചെന്നറിയാതെ പുറകിലേക്ക് നോക്കും. അപ്പൊ ആ വലിയ ഫിഷിനെ അവർ കാണും. ഓ നോ, അത് നമ്മുടെ അടുത്തേക്കാണ് വരുന്നതെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ സ്പീഡിൽ നീന്തും. അതാണെങ്കിൽ ചാടി വരും. അവർ ജസ്റ്റ് മിസ്സിനെ കപ്പലിൽ പിടിച്ചു നിൽക്കുകയാണ്. അത് കണ്ട് ടങ്സും ഗോട്ടനും ആണെങ്കിൽ അവർക്ക് മുകളിലേക്ക് കയറി വരാൻ ഇപ്പോ ഒരു ഏണി ഇട്ട് കൊടുക്കും. ഇതുപയോഗിച്ച് മുകളിലേക്ക് വായോ. മുകളിലേക്ക് വന്ന അവരാണെങ്കിൽ നനഞ്ഞ ഡ്രസ്സിലെ വെള്ളമൊക്കെ പിഴിഞ്ഞു കളഞ്ഞ് ഇപ്പൊ നമ്മുടെ ചെക്കന്മാരോട് താങ്ക്സ് പറയും. നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ അവരോട് ചോദിക്കും, നിങ്ങൾ ആക്ച്വലി കടലിൽ എന്ത് ചെയ്യായിരുന്നു? അതിനവര് പറയും, ഞങ്ങൾ മീൻ പിടിക്കുകയായിരുന്നു, ഇടയിൽ വെച്ച് ഞങ്ങളുടെ ബോട്ട് അത് മുങ്ങിപ്പോയി. ഉടനെ ട്രങ്ക്സും ഗോട്ടനും ആണെങ്കിൽ ദൂരേക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കും, ഇന്ന് എന്റെ അമ്മ ബൊൽമയുടെ ബർത്ത്ഡേ ആണ്, സോ നിങ്ങൾക്ക് ആവശ്യാനുസരണം ഫുഡ് കഴിക്കാം, നിങ്ങൾ നന്നായിട്ട് വിശന്നാണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കേട്ട് പിലാഫ് ആണെങ്കിൽ അവന്റെ ലേഡി അസിസ്റ്റന്റിനോടും ഡോഗിനോടും നമ്മളാരും ഇവിടെ നിന്നിപ്പോ ഫുഡൊന്നും കഴിക്കാൻ പോകുന്നില്ല. അവരാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും, പക്ഷെ പിലാവ് സമ്മതിക്കില്ല. അങ്ങനെ അവർ ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുമ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് അവരുടെ മുൻപിലൂടെ പോവാണ്. അത് കാണുമ്പോൾ അവരുടെ നാവിൽ വെള്ളം ഊറും. ഉടനെ ഗോട്ടനും ട്രങ്ക്സും ഒരുപാട് ഫുഡുമായി അവരുടെ മുമ്പിലേക്ക് വരികയാണ്. അത് കണ്ട് പിലാഫ് പറയും, നിങ്ങളുടെ സന്തോഷത്തിന് വേണമെങ്കിൽ ഞാനിത് കഴിക്കാം. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ വെജീറ്റയെ കാണിക്കും. ആളാണെങ്കിൽ നിർത്താതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു അസിസ്റ്റന്റ് ലേഡി ആണെങ്കിൽ ഫോണുമായിട്ട് ഇപ്പൊ വെജീറ്റയുടെ അടുത്തേക്ക് വരും. സർ, നിങ്ങൾക്ക് ഒരു കോൾ ഉണ്ട്. അതിന് വെജീറ്റ പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളിത് കാണുന്നില്ലേ ഞാൻ ട്രെയിനിങ് എടുക്കുന്നത്? അതിന് ആ ലേഡി പറയും, ഓപ്പോസിറ്റുള്ള നിങ്ങളുടെ വൈഫാണ്, അവർ നിർബന്ധിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ബർത്ത്ഡേ പാർട്ടിക്ക് എത്രയും വേഗം എത്താനാണ് നിങ്ങളുടെ വൈഫ് പറയുന്നത്. സോ നിങ്ങൾ ദയവ് ചെയ്ത് അവിടേക്ക് പോകണം. അത് കേട്ട് വജിച്ചാണെങ്കിൽ ദേഷ്യപ്പെടും, എന്നെ കൊണ്ട് പറ്റില്ല, ഇത്തരത്തിലുള്ള പാർട്ടിയിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാന്ന് പറയും. അടുത്ത നിമിഷം ബുൽമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ നിന്റെ വൈഫാണ്, ഞാനൊരു അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യും, അതിന്റെ ഉള്ളിൽ നീ ഇവിടേക്ക് വരണമെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോക്കു. അവനാണെങ്കിൽ കാര്യമായിട്ട് ട്രെയിനിങ് എടുക്കുമ്പോൾ കിങ്കായ് ആണെങ്കിൽ ഭയന്ന് അദ്ദേഹത്തിന്റെ ആ വീടിന് പെയിന്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആ മെയിൻ വില്ലൻ അവിടേക്ക് എത്താം. ആളങ്ങനെ ടെൻഷൻ അടിച്ചേക്കുന്ന അതേ സമയം ഗോക്കു ആണെങ്കിൽ ഇപ്പൊ ഹാമേ പവർ അതുപയോഗിച്ച് ട്രെയിനിങ് എടുക്കും. അതിന്റെ ശബ്ദം കേട്ട് ഭയന്ന് ഇപ്പോ കിങ്കായും ആളുടെ അസിസ്റ്റൻസും എല്ലാവരും ഓടിപ്പോയി മരത്തിന് മുകളിൽ കയറുകയാണ്. കിങ്കായ് ആണെങ്കിൽ ദേഷ്യപ്പെടും, നിനക്കറിയില്ലേ എനിക്ക് ഈ ഒരു പ്ലാനറ്റ് മാത്രമേ ഉള്ളൂ എന്ന്, നീ ഇവിടം കൂടെ നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. അതിന് ഗോക്കു ആണെങ്കിൽ ക്ഷമ പറയും, പ്രാക്ടീസിന്റെ ആ ഒരു ത്വരയിൽ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം. ഗോക്കു, നീ ഇതുപോലെ എടുത്തു ചാടി ആ ലോർഡ് വീനസ് വില്ലനെ അവനുമായിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് പാടില്ല. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ അത് ആരാണെന്ന് ചോദിക്കും. സുപ്രീംകായി ആണെങ്കിൽ അറിയാതെ പറഞ്ഞു പോയതോർത്ത് തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ നിർബന്ധിക്കും, അതാരാണെന്ന് പറയൂ. വേറെ വഴിയില്ലാതെ സുപ്രീംകായി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അവനൊരു ഡിസ്ട്രോയർ ആണ്, അവനിപ്പോ നിന്നെ ലക്ഷ്യമാക്കി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുപാട് ഗ്രഹങ്ങൾ ഇതിനോടകം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. നീ എടുത്തു ചാടി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്. നീ അവനുമായിട്ട് ചലഞ്ച് ചെയ്താൽ ഉറപ്പായാലും എന്റെ ഈ ഒരു പ്ലാനറ്റ് പോലും അവൻ നശിപ്പിച്ചു കളയും. സോ ദയവ് ചെയ്ത് നീ അവനുമായിട്ട് ചലഞ്ചിന് പോകരുത്. ഗോക്കു ആണെങ്കിൽ സമ്മതിക്കും, ഓക്കെ ഞാൻ ചലഞ്ചിന് പോകുന്നില്ല. അത് കേട്ട് കിങ്കായ് ആണെങ്കിൽ ഗോക്കുവിനെ നിർബന്ധിച്ച് വീടിന്റെ അകത്ത് കൊണ്ടുപോയിടും. അതിനുശേഷം ആളങ്ങനെ ഭയന്ന് നിൽക്കുകയാണ്. അടുത്ത നിമിഷം കിങ്കായ് ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു മെയിൻ വില്ലൻ അവൻ അവിടേക്ക് കടന്നു വരികയാണ്. അവനെ കണ്ട് കിങ്കായ് ഞെട്ടും. ഗോക്കു ആണെങ്കിൽ അവനെ നോക്കി, ഇവനാണോ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നതെന്ന് ചിന്തിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.